ഇങ്ങനെ വെള്ളമൊക്കെ കാണിച്ചിട്ട് കൊതിപ്പിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോവാതിരിക്കുക. അപ്പോൾ ഞങ്ങളിന്ന് പോണത് എൻ്റെ മാമാൻ്റെ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കനാലിൽ വെള്ളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല രസമാണ് ചാടി ചാടി കളിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ശരി ഇതാണ് കനാല്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടൊന്ന് അർമാദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. കുറച്ചായിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പം ശരി ഇതൊരു കാരണം കൂടി ആയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അതൊക്കെ ഞാൻ സ്പീഡാക്കി. റോഡ് കണ്ടോ ഗൈസ്? റോഡ് വല്ലാത്ത റോഡ്, വല്ലാത്ത റോഡ്, വിടില്ലാത്ത റോഡ്. ഒരു സ്കൂട്ടറൊക്കെ പോണ്ട്. നല്ല വെള്ളമുണ്ടല്ലേ ഇവിടെയൊക്കെ അറിയാൻ മതി പോയതാ. എന്റെ മകൻ 7ല്. കനാലിലൊക്കെ വെള്ളം വന്നിരിക്കല്ലേ, അപ്പൊ ഒന്ന് ഇറങ്ങണ്ടേ? അടിപൊളി ഓട്ടോ. Sancho. അതാരത്? വാവ്. വേറെന്താ വേണം? നന്നായി പണിയെടുക്കുന്ന ആളാണ് എൻ്റെ തസ്നിമമ്മണി. പണിയെടുത്ത് മെലിഞ്ഞതാണ് ശരിക്കും. ശരി നന്നായി പണിയെടുക്കുന്ന ആളാണടാ. ആര്? ഞാന് ഇത്ര നേരം കാണിച്ചതൊന്നും മുഖമല്ലേ അപ്പോ? അയ്യോ അയ്യോ കാലെന്താ ഇങ്ങനെ തവളന്റെ കാല് പോലെ, ഇങ്ങനെ കുഞ്ഞിക്കൂനന്റെ കാല് പോലെ ഇങ്ങനെ വെച്ചിരിക്കണേ? എന്താണ് തവളയാണ്? എന്ത് തവളയാണ്? ചൊറിത്തവളയാ? ചൊറിത്തവളയാണ്. നിനക്ക് ഇങ്ങനെയൊക്കെ അറിയും? ഡാം ആവോലി എന്നൊക്കെ അറിയും? എൻ്റെ അമ്മ നിന്നെ സമ്മതിക്കണം തച്ച, നീ പുലിയാണ് കേട്ടപ്പോ. ഇത് നല്ല ക്ലാരിറ്റിയാണ്, കണ്ടില്ലേ? ഐഫോണിന്റെ ക്ലാരിറ്റിയാണ്. ഇത് S22 പോപ്പോയാ? S22 സാംസങ്.
അപ്പോൾ തസ്നി ഉമ്മൻ്റെ ആ ഫോണൊന്ന് നോക്കി വെക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം അതിൻ്റെ ബാക്കിലാണ് ക്യാഷൊക്കെ വെക്കണത്. ഞാൻ കണ്ടുപിടിച്ചു. ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് ഇനി അങ്ങോട്ട് റിട്ടേൺ പോവാണ് കേട്ടോ. അപ്പോൾ പാവം ഒറ്റയ്ക്ക് ചെയ്യണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മീനൊക്കെ ഒന്ന് കഴുകി കൊടുത്തു കേട്ടോ. അയ്യോ അയ്യോ നിർത്തിയ ഹിന്ദി ബോലോ അച്ഛാ, ഹിന്ദി ബോലോ. അല്ല അച്ഛാ ഹിന്ദി അല്ല, മാമ ഹിന്ദി ബോലോ. സത്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ കുറച്ച് എവിടെയോ എന്തോ കുറച്ചുണ്ട് എന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നീ അപ്പോഴേക്കും ഒരുപാട് നീ പറഞ്ഞ് പൊങ്ങൊന്നും വേണ്ട, അത്രയ്ക്കൊന്നുമില്ല. ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴേക്കും മിന്നൂസ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഒലിച്ച് അതും നല്ല നീറ്റായിട്ട്. അപ്പം ഇതാണ് മിന്നൂസ്. ഇതുപോലെയാണ് കുട്ടികൾ വേണ്ടത്. ഇങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. നല്ല മാതാവും പിതാവും. അല്ലാണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കാതെ അങ്ങനെയല്ല പപ്പ ഷാനു ആരാ ഹൈറ്റ്? നോക്കട്ടെ നേരെ നിക്ക്. ഒരു പൊടിക്ക് കുഴപ്പമില്ല മാമ, ഒരു മാസവും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടെ വരാം. അപ്പോൾ ഇതാണ് എൻ്റെ മാമാൻ്റെ വീട്. മൂന്നാമത്തെ മാമയാണ്. എനിക്ക് 3 മാമന്മാരാണ്. അതിൽ മൂന്നാമത്തെ മാമൻ്റെ വീടാണ് ഇത്. അപ്പോൾ മാമൻ്റെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടവും കൃഷിയും പിന്നെ അവിടെ ഒരു മലയുണ്ട്, കോട്ടമല എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾ പണ്ട് ആ മലേൻ്റെ മുകളിലൊക്കെ ശരിക്കും കയറിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മുകളിൽ വരെയൊക്കെ പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ. പിന്നെ ഇപ്പോഴൊന്നും അങ്ങോട്ട് പോകാനുള്ള ധൈര്യമില്ല, കാരണം മൊത്തം കാട് പിടിച്ച് കിടക്കുക. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കിണറിടിഞ്ഞിട്ട് ഒരു മരണം ഉണ്ടായിരുന്നു. അത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ, കുറച്ച് അപ്പുറത്തായിട്ടാണ്. ആ കിണർ ഇപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പണ്ട് നല്ല വലിയ കിണറായിരുന്നു. അവിടെ പോയിട്ടാണ് എല്ലാവരും, ഈ ഭാഗത്തുള്ള എല്ലാവരും കുടിക്കാൻ വെള്ളം എടുക്കണത് ആ ഒരു കിണറിൽ നിന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് ആരും പോകലില്ല, അതൊക്കെ അടച്ചു മൂടി എന്നൊക്കെയാണ് പറയണത്. എന്തായാലും അവിടുത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞിട്ടൊന്ന് നോക്കാം. ആ ഒരു ഭാഗത്തായിരുന്നു ആ ഒരു കിണറുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ കിണറിൻ്റെ ഒന്നും ഒരു അടയാളവും ഇല്ല കേട്ടോ. ശരിക്കും ഫുള്ളായിട്ട് മൂടി. ഇനി എനിക്ക് ഒറ്റയ്ക്ക് അതുവരെ പോകാനുള്ളൊരു ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ പോണില്ല. ആ മലൻ്റെ മുകളിൽ കാണുന്ന ആ ഫാനില്ലേ, ആ ഭാഗത്ത് കയറി നിന്നിട്ട് എൻ്റെ അമ്മാൻ്റെയും അത്താൻ്റെയും കല്യാണ സമയത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാമാൻ്റെ വീട്. മാമാൻ്റെ വീട്ടിൽ വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ആ സംഭവം. കണ്ടില്ലേ ചുമര്? ഹെയ്സോൻ്റെയും മിന്നുവിൻ്റെയും പരിപാടികളാണ്. മാമ തീരുമാനിച്ചിട്ടുണ്ട് ഇവരെ രണ്ടുപേരിനെയും കല്യാണം കഴിച്ച് കൊടുത്തിട്ടേ ഈ വീട്ടിൽ പെയിൻ്റ് അടിക്കുള്ളൂ എന്ന്. അല്ല പിന്നെ അല്ലാതെ ഇനി ഞങ്ങൾ ഇവർക്ക് ഈ ചുമര് ബോർഡായിട്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല. കണ്ടില്ലേ, ഇതാണ് ചെളി ചെളി. ചെള്ളി ചെള്ളി പെണ്ണേ. അയ്യോ, ഞാൻ വേലി ചാടുന്ന ആളാണെന്ന്. ഞാൻ വേലി ചാടും. എങ്ങട്? എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഓക്കെ ആവുന്നു. കാരണം ഇത്രയൊക്കെ ഹൈറ്റ് വരുള്ളേ. ഷൈന്ന് ബാക്കിലേക്ക് ആദ്യം ഒരു കാര്യം എടുത്ത് ഇങ്ങോട്ട് വെക്ക്. മുള്ളു കുത്തുവോ? മുള്ളു കുത്തണ്ട. നിക്കട്ടാ ഞാൻ പിടിക്കണ. പൊട്ടിക്കാനാണ്. ഇതാ ഇത് വേണ. തിരിച്ചാലും പൊട്ടില്ല. അത് പൊട്ടും. വാങ്ങിക്കും മിനിസ. മാമന് മാത്രം വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ മതിൽ ചാടി വന്നിരിക്കുന്നു. അയ്യേ, എന്താ ചുണങ്ങൊക്കെ എന്റെ മേലെ തേച്ച് വെക്കാനും പണി. അയ്യേ, കള്ളത്തിന്റെ കള്ളത്തിയാ. അവനാണ് പാടിയാണ്. അവനാണ് കള്ളത്തിന്റെ കള്ളത്തി പഞ്ഞോ. ചെള്ളിപ്പെണ്ണെ. കുട്ടിന്റെ കൈയൊക്കെ പൊട്ടി ചോര വന്നു. കൈസ്, പാവം കുട്ടി, പണിയെടുക്കണ കുട്ടിയാണ്. അതെ, ശരി മതി. ഇങ്ങനെയൊക്കെ കെട്ടി മനത്ത് പറയട്ടെ. ഞാൻ പറയില്ല കേട്ടാ. മുണ്ടാണ്ടിരിക്കടാ, പറയാൻ പാടില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ചീത്ത കിട്ടും. ഞാൻ പറയില്ല. ബാ. ഇല്ലേ, പറയില്ല. ഞാൻ പറയില്ല പറഞ്ഞ പറയില്ല, അത്ര തന്നെ. തച്ചേ മിന്നുവിന്റെ കയ്യിൽ മുറിവൊന്നും ആയിട്ടില്ല കേട്ടാ. കത്തിയൊന്നും തട്ടിയിട്ടില്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, പറയില്ലെന്നല്ലേ പറഞ്ഞേ. ഞാൻ പറയില്ല എന്നല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞത്? തട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്.
ചള്ളി ഇതെന്താണിത്? ഇതെന്താണിത്? എങ്ങനെയാണ് ഇതെന്താ സംഭവം? ഇതെന്താ ഉദ്ദേശിച്ചത് എന്നൊന്ന് പറയോ? മഹാറാണിയോ? സൂപ്പർ. എന്താണ് ഇവിടെ സംഭോഗം? അയ്യോടാ പാവണ്ട കുട്ടി. എക്സസൈസ് ചെയ്യണ്. യേശു ആ നന്നായി. പുലിയാണ് പുലി, പുലിമുരുകൻ. ആ അപ്പൊ തേങ്ങ അത് താളിക്കുമ്പോഴാണ് എല്ലാം താളിക്കും. ഇതേതാ മീന്? ഈ മീനില് മുള്ളുണ്ടാവോ? കുറവാണ് അല്ല ഈ കൂടുതലാണ്. ഈ 15 കൂടുതലാണ് പറഞ്ഞ 20. 15 കൂടുതലാണെന്ന്. ഇല്ല 12, 14, 13. 13. ഈ മീനില് മുള്ളുണ്ടാവോ? മുള്ളും പല്ലും ഒക്കെ ഉണ്ട്. ഇതാ പല്ലും ഉണ്ട്. അയ്യോ ഇതാ മീനിന് നല്ല മുള്ളും പല്ലുണ്ട്. ഈ പല്ലും കൊണ്ട് ഒരു കടി കിട്ടിയാ തീർന്നു. അവിടെ നിന്ന് പടയണ്ട. പടയണ ആളും പിടിക്കുന്ന ആളും ഒക്കെ കൂടെ വീഴും. നോക്കട്ടെ നോക്കട്ടെ ഓശി നോക്കട്ടെ. മീനിന്റെ വാലാ? ഇതിന്റെ തല എവിടപ്പോ? തല ബുദ്ധി ഉണ്ട് എന്നാ? വെള്ളത്തിൽ ഒഴിച്ചു വരുമ്പോ ഇത് റോഷി അല്ലല്ലോ എന്ന് പറയാനുള്ള ഒരിതാണ്. അതുകൊണ്ട് മിസ്സാക്കാൻ പറ്റില്ല. അടിപൊളി. ഇതൊക്കെ ഭക്ഷണം കഴിച്ച് തുടങ്ങും. ആ അല്ല അവിടെ തണലാണ്. ഇതിന് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കാണ്ട് എനിക്കൊരു സമാധാനം ഇല്ല. ശരി ഞാൻ എന്നാ നീ എത്തിയിട്ട് ഞാൻ ചുണ്ടൊക്കെ നോക്ക്. ശരി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു സ്റ്റാൻഡ് അല്ല പ്ലേറ്റ്. ഇവനാണ് കൊക്കടാ കുട്ടിക്ക്. കൊടുക്കടാ. എന്ത് ചെയ്യും? എടുത്തിട്ട് വരാം. അയ്യോ ഇതെന്തോ ഇങ്ങനെ ക്യാമറ. അടിച്ചു പൊട്ടിയാ? പൊട്ടിയില്ല. അടിച്ച് തെറിപ്പിച്ചാ? ധാരായി കണ്ണിലെ ഐലൈനർ ഇങ്ങനെ വരച്ചു തന്നിക്കണ്. അല്ല ഞാൻ ഒറ്റക്കല്ല മിന്നു. മിന്നുവിന് നീ ഒറ്റക്കല്ല വരച്ചത്? ഇപ്പുറത്തെ സൈഡിലുണ്ടല്ലോ ഇത്. നോണച്ചി വീഡിയോ ആക്കുന്നു. 40, 30, 45, 45, 8, 9. പപ്പ എവിടേക്ക് പോകുമ്പോ? പണിക്ക് പോകുമ്പോ എന്ത് മറന്നിട്ട് പോവും?
എല്ലാം മറന്നിട്ട് പോവും. പണി സാധനം മറന്നിട്ട് പോവും അല്ലേ? അത് പണിക്ക് പോവാണെന്നുള്ള ബോധം വേണ്ട പപ്പാക്ക്. എവിടെയാണ് കയറേണ്ടത്? എവിടെയാ കയറേണ്ടത്? ബട്ടില്ലേ ആളുണ്ടാവില്ലേ? ഞാൻ ഇറങ്ങിയിട്ടില്ല. നോക്ക് ബാ, നമുക്ക് ഇറങ്ങി നോക്കടാ. അത് കൂടെ പോണ്ട, അവിടെ അങ്ങനെ നോക്കാം. അവര് ഇത് കൂടെ പോകണം. ഇതിൽ കൂടെ വാടാ. ഇതാണ് ഹൈറ്റ് വെച്ചുള്ള ഉപകാരം. എത്ര ആളാണെങ്കിലും ശരിയാ. നീ മെല്ലെ. അതുപോലെ കളിക്കിങ്ങനെന്ന് ഒരു ദിവസം പോയിട്ട് അപ്പൊ ഡ്രസ്സോ അത് കുളിച്ച് കഴിഞ്ഞിട്ടല്ലേ? മെല്ലെ. ഇറങ്ങ ഓരോ കുഴിയിലേക്ക് പോണത് പോലെ. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വന്നോ, ഇങ്ങോട്ട് വന്നോ. മാമ ബാക്കിൽ നിൽക്കണം, ഗാർഡ് പോലെ. സംഭവം അങ്ങോട്ട് പോയ പിന്നെ അവിടെ പോയിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുവരേണ്ടി വരുവേ. നീന്താനും അറിയില്ലല്ലോ. ഇല്ല, അറിയില്ല. ആ കാണിക്കും നീന്താൻ അറിയണ പോലെ. വേണ്ട അങ്ങോട്ട് വന്നോ. അതന്നെ, നീ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ മാമ അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല. കാറ്റ് വരുമ്പോഴേക്കും പോണ്ട. കാറ്റ് വരുമ്പോ ഒന്നും കൂടെ സ്പീഡ് കൂടണം. എന്നെ നിർത്തടി. നിർത്താണ്ട് കണ്ടപ്പോ എന്നെ നിർത്തടി. അയ്യോ അതടി ഒഴുകി പോവാ. അല്ലോ ഇത് നോക്ക്. അതിലേക്ക് നോക്ക്. ആ നിക്കടതാ വരുന്നു.
നിക്ക് അവിടെ നിക്ക്. ആ മെല്ലെ മുങ്ങ്, മെല്ലെ മുങ്ങ്. ആ ശരി ശരി ശരി. സൂപ്പർ. ഞാനില്ലേ ആ വാസന്തി ചാടിക്കഴിഞ്ഞാ കേറി വരുമ്പോ വാസന്തിന്റെ ഒറിജിനൽ വരുന്നില്ലേ, നിക്ക് നിക്ക് മിഞ്ഞോ. ശരിക്കും വാസന്തി മുങ്ങിട്ട് സുന്ദരിയായി. ശരിയില്ല, വെള്ളം കുറച്ചുകൂടെ നല്ല വെള്ളം. അടുത്തതാ ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞു. ആ കടവ് കഴിഞ്ഞു, ഇടക്കടവ് കഴിഞ്ഞു, ഈ കടവ് കഴിഞ്ഞു. ഇനി കുളം. മതി മതി വാസന്തി മതി, വാസന്തി മതി. കഴിഞ്ഞ പോവാ ഹേജു പോവാ. ചെല്ലിപ്പെണ്ണേ ചെല്ലിപ്പെണ്ണേ. ഐബ്രോ ഐബ്രോ ത്രെഡ് കാണിക്ക്. നിന്റെ കഴുത്ത് വെട്ടിത്തരാം ഞാനിതില്. കഴുത്ത് വെട്ടട്ടെ ഉമ്മാന്റെ? ഈ കത്രി ആള് കുഴപ്പമില്ല. നീ ഇത് നോക്ക്, ഉമ്മാന്റെ ഐബ്രോ കട്ട് ചെയ്യാനാണ് ഞാൻ കത്രിക എടുത്തിട്ട് വരാൻ പറഞ്ഞത്. അതിന് ഈ കത്രികയാണ് എടുത്തിട്ട് വരിക. ബ്ലഡി ഫൂൾ. എന്നാ എന്നാ ഇനി അവിടെ ഇടണ്ട, മതി, പൗഡറൊക്കെ മതി. വെച്ചോ. കാര്യം പറഞ്ഞ പിന്നെ കോമ്പൊന്നുമില്ല, എല്ലാം സെറ്റപ്പാണ്.
ഐബ്രോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രിക. ഇത് പിന്നെയും കുഴപ്പമില്ല. കട്ടായിട്ടാ. അയ്യേ കൊള്ളില്ലല്ലോ ചുന്ദരി ആയില്ല. അതല്ല അവിടെ പൗഡർ ഉണ്ടോ? സുന്ദരിയായ നോക്കിപ്പോ സുന്ദരിയായ. ശരി, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയേ. ആയാ ഞാനാ സുന്ദരി, ഉമ്മ സുന്ദരി. പറയ്, പേര് പറയ്. പേര് പറയ്. തൊട്ട് കാണിക്കാൻ പറ്റില്ല, പേര് പറയണം. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാ. അവളെങ്കിലും സത്യം പറഞ്ഞല്ലോ പറഞ്ഞിട്ട് ഞാൻ സമാധാനിക്കണോ? അയ്യോ വയ്യ. എന്താ വൈകുന്നേരത്തെ വ്യൂ നോക്ക്. ഷാനു ഇരുന്ന പക്ഷെ പോട്ടെ. വേണ്ട, എന്റെ ഡ്രസ് നോക്ക്. പക്ഷെ പോയിട്ട് പിന്നെ വരാട്ടാ. വേണ്ട, അതെ, ആ വണ്ടി നീ എടുത്ത ശാലു, ഞങ്ങൾക്ക് ഇത് തന്നാ മതി. അയ്യോ എന്റെ സ്വത്ത് മുതലാണത്. എന്റെ ഓൾ ഇൻ ഓൾ ആണത്. ഓൾ ഇൻ ഓൾ. വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി ഇത്? ഇതെടുത്തിട്ട് സജിക്കാലം എടുത്തപ്പോ എടുത്തതല്ല. സജ്കാലം എടുത്തു കഴിഞ്ഞ് ഷാനുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മിന്നു. ഇപ്പൊ ബ്രേസ്ലെറ്റ് ഇപ്പൊ കാണുന്നത് പോലെ അവൻ കാണിക്കണതിനെ തിരിച്ച് കാണിക്കാണ്. അവനങ്ങനെ പറയാ. ഷാനു അങ്ങനെ തന്നെ പറയാ. ഷാനു ഇങ്ങനെ ചെയ്യാ. പൊട്ടി കഴിഞ്ഞിട്ടില്ല. അതോ ദേഷ്യം വന്നിട്ട് അറിയാൻ നോക്ക. ദേഷ്യം വന്നു. ഇല്ല പോണില്ല, നാളെ പോവാ. നാളെ അത് ഡ്രസ്സ് ആര് നോക്കുന്ന? ഡ്രസ്സും തന്നു വിടാ. പോണോ? പോയിരുന്നോ? ഉമ്മയാ? ഉമ്മ ഇല്ല, കുട്ടി പൊക്കോ. പോയിട്ട് വരാട്ടാ. ഇതാ പോയിട്ട് വരാ പറഞ്ഞു. നോക്ക്, പോയിട്ട് വരാ. പപ്പ ദേഷ്യപ്പെടും. എന്റെ സ്വത്തുവിന്റെ മുഖം കാണാനാണ് എനിക്ക് വയ്യാത്തത്. നാളെ വരാട്ടോ ഓശി. നാളെ വരും. സാധനങ്ങളൊക്കെ ഓശി ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ മാമാൻ്റെ അവിടെയും പോയി യാത്ര പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി.